വന്ന മാറ്റങ്ങൾ അതൊക്കെ പറയാൻ പറ്റുമോ വെച്ചാൽ പുറത്തു പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെയും വെച്ച ബാഗ് കട്ടിലിടാൻ പാടില്ല, നമ്മൾ എപ്പോഴും കൈ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത് വെറുതെ ഒരു സംഭവം മാത്രമല്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ചെറുതായി എനിക്ക് എൻ്റെയൊക്കെ ലൈഫിൽ വളരെ കാഷ്വൽ ആയിരുന്നു. നമ്മൾ ചിലപ്പോൾ ഓർക്കില്ല, മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ കൈ കഴുകി വന്നിട്ട് മൊബൈൽ യൂസ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ വീണ്ടും പോയി കൈ കഴുകി വന്നിട്ട് ഭക്ഷണം കഴിക്കണം, കാരണം യു ഹവ് ടേക്കൺ ദ മൊബൈൽ. ഇതൊക്കെ എനിക്ക് പുതിയ അറിവ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫിൽ വന്ന പുതിയ ചേഞ്ച്. ഇതൊന്നും വീട്ടിലല്ലെങ്കിൽ ആരും അങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്തിരുന്നില്ല. പിന്നെ നനഞ്ഞ തോർത്തും ഇല്ല, അത് പണ്ടും ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല. പുറത്തു പോയി ഇട്ട് വന്ന ഡ്രസ്സിൽ ബെഡിലിരിക്കാൻ പാടില്ല, ഇതൊക്കെ എനിക്ക് പുതിയ ഇൻഫർമേഷൻ. എനിക്ക് മീൻസ് എൻ്റെ ലൈഫിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു ബേസിക് ഹൈജീൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ബേസിക് ഹൈജീൻ ഇവിടെയാണെങ്കിൽ ഗോപിയുടെ അവിടെയാണ്. എല്ലാവർക്കും പല പല വരകളാണല്ലോ. അപ്പോൾ ഈ വര ആ വരയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യമായിട്ട് വന്നത്. രണ്ടാമത്തത് ഐ എം സമ്മൺ, എനിക്ക് ഈ കോണ്ടന്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഷോർട്ട് കോണ്ടന്റ്സ് അല്ലെങ്കിൽ പൊതുവെ ഇൻ ജനറൽ സ്റ്റോറി ടെല്ലിങ്, ഞാൻ ഒരുപാട് ബ്രാൻഡ് അസോസിയേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും മൊബൈലിൽ ഇരുന്ന് പോകും ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ. ആ വീഡിയോസിൽ മാത്രമല്ല, ആ വീഡിയോസിൻ്റെ കമൻറ്റ് മൊത്തം ഇരുന്ന് വായിക്കും. ഏതോ ആൾക്കാരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആളുകളുടെ റെസ്പോൺസ് അറിയാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ടേക്ക് ഇറ്റ് സീരിയസ്ലി, പക്ഷേ ഞാൻ കമൻറ്റുകൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതോ നാട്ടിൽ ഏതോ വൈറലായ വീഡിയോൻ്റെ എങ്ങനെയാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ വീട്ടിലെല്ലാവരും വന്നിരുന്ന് എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഇരിക്കുന്ന സമയമായിരിക്കും, എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അവൾ ഒഫൻഡഡ് ആവും. ഇവിടെ ആൾക്കാരിരിക്കുമ്പോൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ അടുത്ത് ഒരിക്കലും അച്ഛനും അമ്മയും ഒന്നും ഇതെന്താണ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ മൊബൈൽ നോക്കി ഇരുന്നിരുന്നത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഗോപിയാണെങ്കിൽ മുഖത്തടിച്ച് പോലെ ചോദിക്കും ഈ സമയം കീപ്പ്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ബാക്കി ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ദാറ്റ്സ് എ ഗുഡ് ചേഞ്ച് ഇതാണ്. എനിക്കത് ഗുഡാണോ ബാഡാണോ എന്ന് അറിയില്ല, പക്ഷെ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ച്. ബട്ട് അതർവൈസ് എൻ്റെ ലൈഫിൽ വലിയ ചേഞ്ച് ഒന്നും ഐ ആം ഇൻ ലവ് വിത്ത് എവറിത്തിങ് ഇൻ ജനറൽ. അല്ല അങ്ങനെയല്ല, ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു കട്ട് ദ റൊമാൻറ്റിക് പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ഞാൻ ചെയ്യുന്നത് എന്തും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് കല്യാണത്തിലും അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അത് ബിലിറ്റിൽ ഇത് പറയുകയല്ല. പക്ഷേ ഞാനിപ്പോൾ തെലുങ്ക് സിനിമ ചെയ്യാണ്, ഞാനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യാണ്, ഞാനൊരു യൂട്യൂബ് വ്ളോഗ് ചെയ്യാണ്, ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുകയാണ്. ഞാനിതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചെയ്യാൻ. ഐ ലവ് ഡൂയിങ് ദിസ്. അതേപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ ഫേസും ഐ ലവ് ഡൂയിങ് ദാറ്റ്. എനിക്ക് ഗോപിക്കായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അപ്പം ഡെഫിനറ്റ്ലി ഐ ആം ഇൻ ലവ് വിത്ത് ദാറ്റ് ഹോൾ പ്രോസസ്. ഹൗ ഗുഡ് എ സൺ ആർ യു ആസ് എ മകൻ? എങ്ങനെയാണ് ഹൗ ഗുഡ് എ സൺ ആർ യു എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഫാമിലിയായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന വേറെ വേറെ സ്പേസുകളിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ യൂറോപ്പിൽ പോകാൻ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ അച്ഛനെയും അമ്മയും എല്ലാവരും കൊണ്ടാണ് യൂറോപ്പിൽ പോയത്. കാരണം അവരും യൂറോപ്പ് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗോപുര വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അവരെ ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഐ എം സ്പെൻഡിങ് ടൈം വിത്ത് ദം.